വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോ അല്ല, കാരണം ഇന്ന് ഞാൻ ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ട്രേഡ് അവോയ്ഡ് ചെയ്തു. അപ്പോൾ ഇന്ന് സമയമുള്ളതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുണ്ട്, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ നിങ്ങളുടെ ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ കണ്ടിട്ട് പേടിയാണ് ചെയ്യാൻ, ഹൈ റിസ്ക് ആണെന്ന് ഓർത്തിട്ട് ചെയ്യാതിരിക്കാനുള്ള പേടിയുണ്ട് പല ആൾക്കാർ. അല്ലെങ്കിൽ അതിൻ്റെ വോളറ്റിലിറ്റി മാനേജ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, സ്റ്റോപ്പ് ലോസ് മാനേജ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, ആൻഡ് ക്യാപിറ്റൽ കുറവുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡെക്സ് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ ചെയ്യാനുള്ള പേടി, ക്യാപിറ്റൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ETF ട്രേഡ് ചെയ്യാം. ETF മീൻസ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എത്ര ക്യാപിറ്റൽ നമുക്ക് ആവശ്യമായിട്ട് വേണമെന്നൊക്കെ പറയാം. അപ്പോൾ ആദ്യം നമുക്കിവിടെ സെർച്ച് ചെയ്യാം ബാങ്ക് ബീസ്. ഞാൻ ETF കൊടുത്തിട്ട് ബാങ്ക് ബീസ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ബാങ്ക് ബീസിൻ്റെ ചാർട്ട് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തു. ജസ്റ്റ് ചാർട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് സിമിലർ ടു ബാങ്ക് നിഫ്റ്റിൻ്റെ അതേ ചാർട്ട് പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ബാങ്ക് നിഫ്റ്റി കൂടി ചാർട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കാം, ഇൻഡെക്സിൻ്റെ ചാർട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇത് നോർമലി നമ്മൾ സ്റ്റോക്കുകൾ ബൈ ചെയ്യുന്ന പോലെ നമുക്ക് ബൈയും ചെയ്യാം, സെല്ലിങ് ചെയ്യാം. ഇവിടെ ടൈം ബ്രേക്ക് ഇല്ല, നോ ലിമിറ്റ് ഇല്ല, നമുക്ക് ഈവൻ ക്യാരി ഫോർവേഡും നമുക്ക് ചെയ്യാം. ആൻഡ് ഇതിൽ 5 times ലിവറേജും നമ്മുടെ ഇന്ത്യൻ ബ്രോക്കേഴ്സ് തരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബാങ്ക് ബീസാണ്, ബാങ്ക് നിഫ്റ്റിയുടെ ETF. ആൻഡ് നമുക്ക് നിഫ്റ്റിയുടെയും അവൈലബിൾ ആണ്. ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, നിഫ്റ്റി ബീസും സെർച്ച് ചെയ്യുവാണെങ്കിൽ നിഫ്റ്റി ബീസ് നമുക്ക് കിട്ടും. സോ അത് ചാർട്ടിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് സിമിലർ ടു നിഫ്റ്റി സ്പോട്ട് ചാർട്ടിൻ്റെ, ഇൻഡെക്സ് ചാർട്ടിൻ്റെ അതേ മൂവ്മെൻറ്റ് തന്നെയാണ്. ഇനി ഞാനിവിടെ ഒരു ട്രേഡ് എടുത്ത് കാണിക്കാം, എത്രയാണ് ക്യാപിറ്റൽ വരുന്നത് എന്നുള്ളതും. സോ ഞാനിവിടെ ബാങ്ക് ബീസിൻ്റെ എടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഒരു ക്വാണ്ടിറ്റി അതനുസരിച്ച് നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇൻട്രാഡേയിൽ ബൈ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ലിവറേജ് കിട്ടും. ആൻഡ് നമുക്ക് നോർമൽ ഡെലിവറി ഓർഡറിൽ ബൈ ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ ആ ഒരു ബാങ്ക് ബീസിൻ്റെ പ്രൈസ് നമ്മളവിടെ കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പോൾ 601 സംതിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. യെസ്, ഇവിടെ ഏകദേശം ക്യാപിറ്റൽ 601, അതായത് നോർമൽ ഓർഡറിൽ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ച്വൽ ക്യാപിറ്റൽ വേണം. ഇൻട്രാഡ് വരുന്ന സമയത്ത് നമുക്ക് ലിവറേജ് 5 times തരുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 500 ക്വാണ്ടിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് ബൈ ചെയ്ത് കാണിച്ചു തരാം. 500 ക്വാണ്ടിറ്റി ബൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ നിങ്ങൾക്ക് നോക്കിയാൽ മതി താഴെ. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ പർപ്പസിന് വേണ്ടിയാണ് ബൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് മാർക്കറ്റ് ഓർഡറും ബൈ ചെയ്യാം. ഇപ്പം ഞാൻ മാർക്കറ്റ് ഡെപ്ത് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ലിക്വിഡിറ്റി നമുക്ക് അവിടെയുണ്ട്, വോളിയം നമുക്ക് അവിടെയുണ്ട്. സോ മാർക്കറ്റ് ഓർഡർ ബൈ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. സോ ഞാനിവിടെ എൻ്റെ ഓർഡർ ഒന്ന് കൊടുത്ത് കാണിച്ചു തരാം. മാർക്കറ്റ് ഓർഡർ ക്യാപിറ്റൽ നമുക്ക് ഏകദേശം ഈ ഒരു എമൗണ്ട് നമുക്ക് ഇവിടെ കാണുന്ന അത്യാവശ്യമായിട്ട് ഈ ഒരു 500 ക്വാണ്ടിറ്റി. ഓക്കെ, നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ച് നിങ്ങൾക്ക് ബൈ ചെയ്യാം. സോ എൻ്റെ ഓർഡർ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. മാർക്കറ്റ് ഓർഡറിൽ തന്നെയാണ് ഞാനിവിടെ കൊടുക്കാൻ വേണ്ടി നോക്കുന്നത്. യെസ്, ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പൊസിഷനിൽ കാണാൻ വേണ്ടി പറ്റും എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആയതും. അങ്ങനെ ഈ പറയുന്ന ഓപ്ഷൻസിൻ്റെ പോലെ വലിയ മൂവ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, സ്റ്റേബിൾ മൂവ്മെൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈമിൽ നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യാം. ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാം, ഒരു ടാർഗറ്റും നമുക്ക് സെറ്റ് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. വലിയ മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബിഗിനിങ് ലെവലിലുള്ള ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റും. അറ്റ് ദ സെയിം ടൈമിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പഠിക്കുക മാത്രമല്ല, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. റൈറ്റ്. സോ ഞാൻ ബാങ്ക് ബീസ് എടുത്ത് കാണിച്ചിട്ടുണ്ട് 500 ക്വാണ്ടിറ്റി. ഇനി ഞാൻ നിഫ്റ്റി ബീസിൽ ഒരു ട്രേഡ് എടുത്ത് കാണിച്ചു തരാം. നിഫ്റ്റി ബീസിൽ എത്രയാണ് ക്യാപിറ്റൽ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ട്രേഡ് നമുക്ക് ക്യാരി ഫോർവേഡും ചെയ്യാം. നമുക്കിപ്പം സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് സ്റ്റോക്കിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ നമുക്ക് ഇതിലും സ്വിംഗ് ട്രേഡിങ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാനിനി നിഫ്റ്റി ബീസിൽ ഒരു ട്രേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം. ബൈ ആൻഡ് ട്രെയിൻ എടുക്കാൻ മാർക്കറ്റ് നല്ല പോസിറ്റീവിലാണ്. ഓക്കെ, സോറി, ഇത് ബൈ മിസ്റ്റേക്ക്, അത് ഇൻസ്റ്റൻറ്റ് ഓർഡറാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി കാണിക്കാം. അപ്പോൾ ഞാനൊരു 500 ക്വാണ്ടിറ്റി, അപ്പോൾ ഒരു ലോട്ട് ബൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ക്യാപിറ്റൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അത്രയും നമുക്ക് ആവശ്യമായിട്ട് വേണ്ട. ഒന്ന് റീഫ്രഷ് ചെയ്യാം. റൈറ്റ്, കറണ്ട് പ്രൈസ് എത്രയാണോ അതിനനുസരിച്ചിട്ട് നമുക്കൊന്ന് ചെറിയ ക്വാണ്ടിറ്റി ബൈ ചെയ്യാൻ ചെറിയ ക്യാപിറ്റൽ മാത്രം. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഡെമോ പർപ്പസിന് വേണ്ടി ഒരു 500 ക്വാണ്ടിറ്റി ബൈ ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. ക്യാപിറ്റൽ നിങ്ങൾക്ക് കാണാൻ എത്രയാണ് ആവശ്യം വേണത്. ഓർഡർ കൊടുത്തിട്ടുണ്ട്, മാർക്കറ്റ് ഓർഡറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഈ ഒരു 500 ക്വാണ്ടിറ്റി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആകെ പാനിക് ആയിരിക്കും, പെട്ടെന്ന് വളരെയധികം ഫ്ലക്ച്വേഷൻസ് ആയിരിക്കും ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി മെൻ്റൽ സ്റ്റേബിൾ ആകാം. മെല്ലെ മെല്ലെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. പറയുന്ന പോലെ നമുക്ക് പേപ്പർ ട്രേഡ് എടുക്കുവാണെങ്കിൽ പല ആൾക്കാർക്കും
അല്ലെ അതിലൊരു ഫോക്കസ് ചെയ്യാൻ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു ETF ട്രേഡ് ചെയ്തിട്ട് നമുക്ക് റിയൽ ട്രേഡിംഗ് തന്നെ ചെയ്യാം, റിയൽ മണി ഇട്ട് ചെയ്യാം വിത്തിൻ വളരെ ചെറിയ റിസ്കിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് നമ്മളിപ്പം നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ നിഫ്റ്റി ബേസും ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടും എടുക്കുന്ന സമയത്ത് സെയിം ഓൾമോസ്റ്റ് സിമിലർ ചാർട്ട് തന്നെയാണ് ഇൻഡെക്സിലെയും ETF ഉണ്ടാകുക. ചെറിയ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടോ, അത് ആ ലിക്വിഡിറ്റിൻ്റെ ഇഷ്യൂ. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ക്യാൻഡിലൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ പ്രൈസ് ആക്ഷൻ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. നമുക്ക് ഇൻട്രാഡേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പൊസിഷനിൽ കാണാം. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം, ഇതിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് ഡെമോ പർപ്പസിന് എടുത്താണ്. നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ്ലി ചാർട്ടിൽ നിന്ന് തന്നെ എക്സിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടു എങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ. സ്റ്റേബിളാണ്, നമുക്ക് വലിയ ടെൻഷനില്ല. ഇപ്പം ഇന്നത്തെ മാർക്കറ്റ് വളരെ സ്ലോ മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ വലിയ മാർക്കറ്റ് മൂവ്മെൻറ്റ് വരുന്ന സമയങ്ങളിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നതിന് മുമ്പേ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ.